الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. عن أبي ذر رضي الله عنه قال لي رسول الله صلى الله عليه وسلم: اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. عن أبي ذر رضي الله عنه മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു: ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് എന്നോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ നീ സൂക്ഷിച്ചു കൊള്ളണേ, പടച്ച റബ്ബിനെ നീ സൂക്ഷിക്കണേ. രണ്ടാമതായി പ്രവാചകൻ അബീ ദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, വഅത്ബഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹാ, ഇനിയെങ്ങാനും നിന്നിൽ വല്ല തിന്മകളും പാപങ്ങളും സംഭവിച്ചു പോയാൽ അതിന് പ്രായച്ചിത്തമായി നന്മകളിൽ നീ നിരതനാവുക, നന്മകളിൽ നീ വ്യാപൃതനാവുക. മൂന്നാമതായി അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, വഖാലിഖുൻ നാസി ബിഖുൽഖിൻ ഹസനിൻ, ജനങ്ങളോട്, നിന്നോടൊപ്പം സഹവസിക്കുന്നവരോട്, നിന്റെ കുടുംബാംഗങ്ങളോട്, മറ്റു മനുഷ്യരോട്, സമസൃഷ്ടികളോട്, സഹജീവികളോടെല്ലാം ഏറ്റവും നല്ല നിലയിലാണ്, ഏറ്റവും വലിയ കാരുണ്യത്തോടു കൂടിയാണ് നീ അവരോട് വർത്തിക്കേണ്ടത്. സുപ്രധാനമായ 3 കാര്യങ്ങളാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചതായി മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ ഏത് സന്ദർഭത്തിലും ഏതവസരത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, പടച്ച റബ്ബിനെ സൂക്ഷിക്കുക. ജനങ്ങളുടെ മുന്നിൽ മാത്രമല്ല, നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നാം ഒറ്റയ്ക്കാകുമ്പോഴും, നമ്മുടെ സ്വകാര്യമായ നമ്മുടെ ജീവിതത്തിൽ പാപകൃത്യങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോഴും, നമ്മളറിയാതെ പൈശാചിക കുതന്ത്രങ്ങളിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങളിലും എവിടെയും എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന, അതിൽ പരിശീലനം ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ ഒക്കെ നാം സൂക്ഷിക്കുകയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി. നമ്മുടെ മുന്നിൽ റബ്ബിനെ നാം കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നു എന്ന ബോധ്യത്തോടെ, അവൻ കാണുന്നു എന്ന ചിന്തയോടെ ഒരു മാസത്തെ പരിശീലനം അള്ളാഹു നമുക്ക് തരുന്നത് ബാക്കിയുള്ള 11 മാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയും സൂക്ഷ്മതാബോധവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത്, മനുഷ്യരാണ് നമ്മളൊക്കെ, പച്ചയായ മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ സംഭവിച്ചു പോകാം. നോമ്പുകാരാണ്, വളരെ ശ്രദ്ധയോടെ ജീവിച്ചു, പക്ഷെ ചില സമയങ്ങളിൽ അറിയാതെ കോപം വന്നു, ദേഷ്യം വന്നു. അങ്ങനെ നിന്നിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ അതിന് പ്രായച്ചിത്തമായി കൊണ്ട് നീ നന്മകൾ വർദ്ധിപ്പിക്കുക. കടുപ്പമുള്ള നിന്റെ ഹൃദയത്തെ വളരെ ശാന്തമാക്കി, വളരെ ഇണക്കമുള്ളവരായി മറ്റു മനുഷ്യരോടും സമസൃഷ്ടികളോടും സഹജീവികളോടുമെല്ലാം വളരെ കാരുണ്യത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. കാരണം പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അൽ മുഅ്മിനു ഇൽഫുൻ മഅലൂഫുൻ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ളവനും ഇണക്കപ്പെടുന്നവനുമാണ്. നമ്മളിങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി വന്ന് സഫിൽ നിൽക്കുന്നു. നമസ്കാരം കഴിഞ്ഞ് അടുത്തിരിക്കുന്ന ഒരാളോടൊന്ന് പുഞ്ചിരിക്കുക, സലാം പറയുക, ഹസ്തദാനം ചെയ്യുക, ഒന്ന് മാനസികമായി അടുക്കുക. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ സുബഹി നമസ്കാര സുന്നത്താണെങ്കിൽ അതിൽ സൂറയും ഫാത്തിഹയും ഒക്കെ ഓതുന്നു.
പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ, നമ്മൾ പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഇമാം റുക്കൂഇലേക്ക് പോയി. പെട്ടെന്ന് നാം ആ റുക്കൂഇലേക്ക് ചെന്ന സാവകാശം ഇമാമിൻ്റെ കൂടെ തുടർന്നാൽ നമുക്ക് ആ റക്അത്ത് കിട്ടും. കാരണം ആ റക്അത്ത് കിട്ടാൻ കാരണം ആ കൂട്ടായ്മയിൽ നാമും പങ്കാളികളായി. ആ പങ്കാളികളായപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും ഇമാമിൻ്റെ കൂടെ ആ റക്അത്ത് നമുക്ക് കിട്ടുന്നത് കൂട്ടായ്മയിൽ. അതുകൊണ്ട് നാം പരസ്പരം അകന്നകന്ന് നിൽക്കരുത്. നമ്മുടെ സഫുകളിൽ വളരെയധികം ചേർന്ന് നിൽക്കണം. ചെറിയ വിടവുകൾ പോലും മാനസികമായ അകൽച്ചയ്ക്കും പൈശാചികമായ അടുപ്പത്തിനും അത് പ്രേരണയാകും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ സഫിൽ നിൽക്കുമ്പോൾ വിടവില്ലാതെ പരസ്പരം കാലുകൾ ചേർത്ത് വെച്ച്, തോളുകൾ ചേർത്ത് വെച്ച് പരസ്പരം അടുത്തടുത്ത് നിൽക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം, നമ്മുടെ ഇണയ്ക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളിൽ നിന്നുണ്ടായാൽ അവരോട് ക്ഷമാപണം നടത്തുവാനും നമ്മുടെ സ്വഭാവത്തെയും രീതിയെയും പെരുമാറ്റത്തെയും നന്നാക്കി തീർക്കുവാനും ശ്രമിക്കണം. കാരണം പരിശുദ്ധ റമദാനിൻ്റെ 7 ദിവസങ്ങളായി, ഒരാഴ്ച പിന്നിട്ടു. പക്ഷേ നമുക്ക് 1-2 ദിവസങ്ങൾ പോലും അനുഭവപ്പെടുന്നില്ല. ഈ മഹത്തരമായ വിലപ്പെട്ട ദിനങ്ങൾ മിന്നൽ വേഗത്തിൽ കടന്നുപോകും. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഓരോ മാസവും ഓരോ വർഷവും ഒരു മാസം പോലെ പോകും. കഴിഞ്ഞ വർഷം നാം ഖിയാമുൽ ലൈലിലൊക്കെ ഇവിടെ നിന്ന് നമസ്കരിച്ചത് കഴിഞ്ഞ മാസം നാം കഴിഞ്ഞു പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഒരു മാസം ഒരാഴ്ച പോലെ കടന്നു പോകും, ഒരാഴ്ച ഒരു ദിവസം പോലെ കടന്നു പോകും. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസങ്ങളെ മഹത്തരമായി പ്രയോജനപ്പെടുത്തി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളിൽ നിന്ന് മാറി നന്മകളിൽ നിരതരാകുവാൻ, മനുഷ്യരോടും സമസൃഷ്ടികളോടും കരുണയോടുകൂടി പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.